ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വൺ പീസ് ഈസ്റ്റ് ബ്ലൂ സാഗയിലെ മൂന്നാമത്തെ ആർക്കായിട്ടുള്ള സിറപ്പ് വില്ലേജ് ആർക്കാണ്. വൺ പീസിൽ 9ാമത്തെ എപ്പിസോഡ് മുതൽ 18ാമത്തെ എപ്പിസോഡ് വരെയാണ് ഈ ആർക്ക് കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ മുഴുവൻ 10 എപ്പിസോഡാണ് ഈ ആർക്കിലുള്ളത്. അതിലെ ആദ്യത്തെ 5 എപ്പിസോഡുകളായിട്ടുള്ള അതായത് 9 മുതൽ 13 വരെയുള്ള എപ്പിസോഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ കാണാത്തവര് അത് പോയി മസ്റ്റ് ആയിട്ട് കാണുക. പിന്നെ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യൂ. വൺ പീസിന്റെ ബാക്കിയുള്ള പാർട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓൺ ആക്കിയിടുക. എന്നാ അനിമേ ആൻഡ് മൂവി ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നല്ല ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ഗ്രാമത്തെയാണ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിന്റെ പേരാണ് സിറപ്പ് വില്ലേജ്. അവിടേക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു മൂക്ക് നീണ്ട പയ്യൻ പൈററ്റ്സ് വരുന്നേ എന്നും പറഞ്ഞ് ആ നാട്ടിലൂടെ ഓടുന്നുണ്ട്. അവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ പിന്നെ കാണിക്കുന്നത് കടലിലൂടെ സാവധാനം പോകുന്ന നമ്മുടെ ലൂഫി ആൻഡ് ടീംസിനെയാണ്. ഇവിടെ കപ്പലിന്റെ മുൻവശത്ത് ലൂഫി ഇരുന്ന് കപ്പലിൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് ആപ്പിളൊക്കെ തിന്നും അടുത്ത് ഇനിയിപ്പോ മീറ്റ് എവിടെയാന്ന് കിട്ടുക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സോറോയുടെ ചിന്ത വെറും മദ്യം മാത്രമാണ്. സോറോയ്ക്ക് എവിടെ പോയാലും വേണ്ടില്ല, കുറച്ച് മദ്യം വേണം. പക്ഷെ നാമിയുടെ പേടി ഇതല്ല. അവൾ അവരോട് പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, അതുപോലെ ഗ്രാൻഡ് ലൈൻ വളരെ ഡേഞ്ചറസ് ആണ്, അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മളാകെ കുറച്ചു പേരുള്ളൂ, നമുക്ക് വേണ്ടത്ര എക്യുപ്മെന്റ്സും ഇല്ല. ഇതൊക്കെയാണ് നാമിയുടെ വേവലാതി. അങ്ങനെ നാമി അവളുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അടുത്തൊരു ഐലൻഡ് ഉണ്ടെന്ന് പറയുന്നു. ശരിയെന്നാ അവിടെ നമുക്ക് പോയിട്ട് കുറെ മീറ്റ് തിന്നാം എന്ന് ലൂഫിയും. ഇപ്പോ ആ ഐലൻഡിൽ നമ്മൾ നേരത്തെ കണ്ട ആ മൂക്ക് നീണ്ട പയ്യൻ പൈററ്റ്സ് വരുന്നേ എന്നും പറഞ്ഞ് ആ നാട്ടിലൂടെ മുഴുവൻ ഓടുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാല് ഇവൻ ഈ നാട്ടിലെ വലിയ പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ നാട്ടിലൂടെ ഇങ്ങനെ പൈററ്റ്സ് വന്നേ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആൾക്കാരെ പേടിപ്പിക്കുന്നതാണ് ഇവന്റെ ഒരു ഹോബി. ഇവൻ ഒറ്റയ്ക്കൊന്നുമല്ല, ഇവന്റെ കൂടെ 3 പേരുണ്ട്, ചെറിയ കുട്ടികള്. അവരിവനെ വിശേഷിപ്പിക്കുന്നത് ക്യാപ്റ്റൻ ഊസോപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഇവരുടെ ഈ ഒരു ഗ്യാങ്ങിന്റെ പേരാണ് ഊസോപ്പ് പൈററ്റ്സ്. ഇപ്പോ അതിലുള്ള ഒരു പയ്യൻ ലൂഫിയുടെ ഒക്കെ കപ്പൽ കണ്ട് അവര് പൈററ്റ്സ് ആണെന്ന് പേടിച്ച് ഊസോപ്പിനോട് ഈ കാര്യമെന്ന് പറയുന്നുണ്ട്. അതറിഞ്ഞ ഊസോപ്പ് വെറുതെ ഇരിക്കുവോ? അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാനൊന്നും പ്ലാൻ ഇല്ല, പക്ഷെ അവരിന്ന് ജസ്റ്റ് പേടിപ്പിച്ചു വിടണം. അതിനുവേണ്ടി കുറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ ഇറങ്ങുന്ന സ്ഥലത്തായിട്ട് കുറച്ച് ഫ്ലാഗ് ഒക്കെ കുത്തിയേക്കും. ഇപ്പൊ ലൂഫിയും സോറോയും നാമിയും വന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ കണ്ട് ലൂഫി അവിടെ കുറെ പേരുണ്ടെന്നൊക്കെ വിചാരിച്ച് പേടിക്കുന്നുണ്ട്. പക്ഷെ ഊസോപ്പ് കള്ളം പറയാണെന്ന് നാമിക്ക് മനസ്സിലാവും. അവളത് ഊസോപ്പിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ കള്ളം പൊളിഞ്ഞതുകൊണ്ട് ഊസോപ്പിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും പേടിച്ചോടി. പക്ഷെ അപ്പോഴും ഊസോപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവന്റെ സ്ലിംഗ് ഷോട്ട് എടുത്തു, എന്നിട്ട് ലൂഫിക്ക് നേരെ ഉന്നം വെക്കുന്നു. അത് കണ്ട് ലൂഫിയുടെ ഭാവം പെട്ടെന്ന് മാറി. നീ ആ കയ്യിൽ വെച്ച സാധനം കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല, അതുപോലെ നീ അത് ഷൂട്ട് ചെയ്താ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താന്ന് നിനക്കറിയോ? അപ്പോ ഊസോപ്പ് ലൂഫിയുടെ മട്ടും ഭാവമൊക്കെ കണ്ട് പേടിച്ച് അവന്റെ കയ്യിലുള്ള ആ സ്ലിംഗ് ഷോട്ടിന്റെ ബോൾ അത് നിലത്തേക്ക് ഇട്ടു. പെട്ടെന്ന് ലൂഫിയും സോറോയും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഞാനത് കട്ടെടുത്തതാണ്, ഞാൻ ആ പറഞ്ഞ വാക്ക് റെഡ് ഹെയർ ഷാങ്ക്സ് പറഞ്ഞതാണ് എന്ന് ലൂഫി പറയുമ്പോ തിരിച്ചു ഊസോപ്പ്, എന്ത്, നിങ്ങൾക്ക് റെഡ് ഹെയർ ഷാങ്ക്സിനെ അറിയോ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? നിങ്ങൾ അവരെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഊസോപ്പ് ലൂഫിയോട് വളരെ ആകാംക്ഷയോട് ചോദിക്കുമ്പോ ലൂഫി പറയും, അതെ എനിക്കറിയാം, അതുപോലെ നീ അവരുടെ കൂടെയുള്ള യാസോപ്പിന്റെ മകനല്ലേ? ഇത് കേൾക്കുമ്പോഴാണ് ഊസോപ്പിന് ശരിക്കും ആശ്വാസം വരിക. ഊസോപ്പ് അങ്ങനെ ലൂഫിയെ കൊണ്ടുപോയി അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഊസോപ്പ് ലൂഫിയോട് അവന്റെ അച്ഛനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ലൂഫി പറയും, നിന്റെ അച്ഛൻ റെഡ് ഹെയർ ഷാങ്ക്സിന്റെ ക്രൂവിലുള്ള ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. അതുപോലെ നിന്റെ അച്ഛനെ ഞാൻ ചെറുപ്പത്തിൽ കാണുമ്പോൾ അദ്ദേഹം നിന്നെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഊസോപ്പിന് അവന്റെ അച്ഛനോട് ഒരുപാട് അഭിമാനം തോന്നും. അതുപോലെ അവന്റെ അച്ഛനെ പോലെ ആവണമെന്നാണ് ആഗ്രഹം. അപ്പൊ നാമി ഊസോപ്പിനോട്, ഞങ്ങൾക്കിപ്പോ ഒരു കപ്പൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് കപ്പൽ വിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഇവിടെ ഉണ്ടോ? അതിന് ഊസോപ്പ്, ഹേയ് ഇതൊരു ചെറിയ വില്ലേജ് ആണ്, അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ വിഷയത്തിൽ നിന്ന് തന്നെ മാറിക്കളയും. പക്ഷെ സോറോ ചോദിക്കും, അവിടെ ദൂരത്ത് കാണുന്ന ആ വലിയ വീട്ടില് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ? അത് കേൾക്കുന്ന ഊസോപ്പ് ആണെങ്കിൽ അവന് പെട്ടെന്നൊരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാന്ന് പറഞ്ഞ് അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് ഓടി പോകുന്നു. ഇപ്പൊ ആ ദൂരത്തുള്ള വീട് കാണിക്കുമ്പോൾ അവിടെ കുറെ ബോഡി ഗാർഡ്സ് ഉണ്ട്. അതുപോലെ ആ വീട്ടിൽ താമസിക്കുന്നത് ഒരേ ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ പേരാണ് കായ. അതുപോലെ ബോഡി ഗാർഡ്സിൽ തന്നെ ഏറ്റവും വലിയ ബോഡി ഗാർഡാണ് ഈ കാണുന്ന കണ്ണടക്കാരൻ ക്ലാഹഡോർ. കായയുടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അവൾ ആകെ ഡിപ്രഷനിലാണ്. പക്ഷേ ആരെയും കാണാതെ ഊസോപ്പ് അവിടേക്ക് വരും. ഊസോപ്പും ആ പെൺകുട്ടിയും തമ്മിൽ നല്ല കൂട്ടാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഊസോപ്പ് അവൻ അറിയുന്ന കുറെ നുണക്കഥകൾ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഊസോപ്പ് പറയുന്ന ചില നുണക്കഥകളാണെങ്കിൽ പോലും കായയ്ക്ക് ഊസോപ്പ് ഇങ്ങനെ പറയുന്നതൊക്കെ വളരെ വലിയ ഇഷ്ടമാണ്. ഇവിടെ ഊസോപ്പിന്റെ 3 കുട്ടിപ്പട്ടാളം തങ്ങളുടെ ക്യാപ്റ്റനെ കിട്ടാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് ലൂഫിയും സോറോയും നാമിയുള്ള ആ സ്ഥലത്തേക്ക് ചവിട്ടി തുറന്നു വരുന്നു. പക്ഷേ അവര് 3 പേരും ഊസോപ്പിനവിടെ കണ്ടില്ല. അതിനു പകരം ലൂഫി വയറ് തടവിരിക്കുന്നതാണ് അവർ കണ്ടത്. പെട്ടെന്ന് സോറോ പറയും, നിങ്ങൾ നിങ്ങളുടെ ക്യാപ്റ്റനെ തേടി വന്നതാണോ? പേടിക്കണ്ട, അവനെ ഞങ്ങളങ്ങ് തിന്നു. അങ്ങനെ അവര് കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാവുന്ന ആ 3 പേരും അവരോട് പിന്നീട് കൂട്ടാവുന്നുണ്ട്. എന്നിട്ട് അവര്
അതുപോലെ 3 പേരും ഊസോപ്പ് വരാൻ സാധ്യതയുള്ള ആ വലിയ വീട്ടിലേക്ക് ലൂഫിയെയും സോറോയും നാമിയെയും കൊണ്ടുവരുന്നു. അപ്പൊ ലൂഫി എന്തിനാണ് ഊസോപ്പ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ 3 പേരിൽ ഒരാൾ പറയും ക്യാപ്റ്റൻ ഊസോപ്പ് ഇവിടെ വന്നത് നുണ പറയാനാണ്. അതുപോലെ ക്യാപ്റ്റൻ ഊസോപ്പ് ഒരു ഹീറോയാണ്. അതിന് സോറോ ഇത്രയും നുണ പറയുന്ന ഒരുത്തൻ എങ്ങനെയാണ് ഹീറോ ആയതെന്ന് ചോദിക്കുമ്പോൾ അവർ 3 പേരും ആ സത്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. കായ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആരുമില്ല, അതുപോലെ അവൾക്ക് തീരെ വയ്യ, അവളുടെ അസുഖം മാറ്റാൻ വേണ്ടിയാണ് ഊസോപ്പ് ഇങ്ങനെ നുണ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞ ലൂഫി അതിന്റെ അകത്തേക്ക് പോകാൻ വേണ്ടി ആ ഗേറ്റിന്റെ ഒരു ഭാഗത്ത് പിടിച്ച് ഗം പവർ ഉപയോഗിച്ച് അതിന്റെ അകത്തേക്ക് എങ്ങനെയൊക്കെ കയറി പറ്റുകയാണ്. ചെന്നപ്പോഴേക്കും ലൂഫി കായയോട് കാര്യം ചോദിക്കും, ഞങ്ങൾക്കൊരു കപ്പൽ തരാൻ പറ്റുമോ? ആ സമയത്താണ് മെയിൻ ബോഡി ഗാർഡ് ആയിട്ടുള്ള ക്ലാഹഡോർ അവിടേക്ക് വരുന്നത്. നിങ്ങൾ എങ്ങനെ ഇതിന്റെ അകത്തേക്ക് കയറിയത്? പെർമിഷൻ ഇല്ലാതെ ഇതിന്റെ അകത്തേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ ക്ലാഹഡോർ അവരെ നോക്കി പറയുന്നു. പെട്ടെന്ന് ക്ലാഹഡോർ പൈററ്റ്സിനെ പറ്റിയും അതുപോലെ ഊസോപ്പിന്റെ അച്ഛനെ പറ്റിയും കുറെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. 1, 2 പറഞ്ഞു തുടങ്ങിയ ക്ലാഹഡോർ അവസാനം ഊസോപ്പിന്റെ അച്ഛൻ വെറും ഒരു വൃത്തികെട്ടവനാണ്, അതുപോലെ ഒരു പൈററ്റ് എന്നതിലുപരി അയാൾക്ക് യാതൊരു ഗുണങ്ങളും ഇല്ല. ഇതൊന്നും കേട്ട് ഊസോപ്പ് വെറുതെ ഇരുന്നില്ല. ഇറങ്ങി വന്ന് ക്ലാഹഡോറിന്റെ മുഖത്തിന് തന്നെ ഒരു കുത്തു കൊടുത്തു. അടികിട്ടി നിലത്തേക്ക് വീഴുന്ന ക്ലാഹഡോർ കണ്ടില്ലേ, ഇവന്റെ അച്ഛനെ പോലെ തന്നെയാണ് ഇവനും ഒരു ക്രിമിനലാണ്. അങ്ങനെ ഊസോപ്പ് കൂടുതലൊന്നും കേട്ട് നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇപ്പൊ കായ ഇതൊക്കെ കണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ക്ലാഹഡോർ വന്ന് പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു. 3 വർഷം മുന്നേ യാതൊരു മാർഗവും ഇല്ലാതെ ഒരു യാചകനെ പോലെ ക്ലാഹഡോർ ഇവരുടെ വീടിന്റെ അടുത്തേക്ക് എത്തിയപ്പോ കായയുടെ അച്ഛനാണ് ഒരു ജോലിക്കാരൻ എന്നതിലുപരി അവരുടെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് ക്ലാഹഡോറിനെ മാറ്റിയത്. ഇതുകൊണ്ടാണ് ക്ലാഹഡോർ ഇത്രമാത്രം കായയെ സംരക്ഷിച്ചു വരുന്നത്. ഇപ്പൊ നാമി, സോറോ അതുപോലെ ഊസോപ്പിന്റെ കൂടെയുള്ള 3 കുട്ടികളിൽ 2 കുട്ടികൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ആ 3ാമത്തെ കുട്ടി പേടിച്ച് നിലവിളിച്ച് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. ആ പയ്യനോട് അവര് കാര്യം എന്താണെന്ന് തിരക്കുമ്പോ അവരുടെ അടുത്തേക്ക് മൂൺ വാക്ക് ചെയ്തൊരുത്തം വരുന്നു. ഈ വരുന്നവന്റെ പേരാണ് ജാങ്കോ. കണ്ട ഒരു പൊട്ടനെ പോലെ തോന്നുമെങ്കിലും ഇവന് ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ കഴിയും. ഇപ്പോ ഈ ജാങ്കോ ആ 3 കുട്ടികളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ നോക്കും. സംഭവം ഇവനൊരു ഹിപ്നോട്ടിസ്റ്റ് ആണ്. അതുപോലെ ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഹിപ്നോട്ടൈസിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇതിനൊരു കുഴപ്പമുള്ളത് ഇവൻ ആരെ ഹിപ്നോട്ടൈസ് ചെയ്താലും കൂടെ ഇവനും ഹിപ്നോട്ടൈസ് ആവും. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് ഊസോപ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഊസോപ്പിന്റെ അടുത്തേക്ക് ലൂഫി വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ വയ്യ, ആ വൃത്തികെട്ട ബട്ട്ലർ അവൻ എന്റെ അച്ഛനെ അപമാനിച്ചു. അതിന് ലൂഫി ഞാനും ആ നാറിയെ വെറുക്കുന്നുണ്ട്. പിന്നെ അവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല. നിന്റെ അച്ഛൻ യാസോബ് ധൈര്യമുള്ള നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ലൂഫി ഊസോപ്പിനെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ജാങ്കോയും ക്ലാഹഡോറും കൂടെ ലൂഫിയും ഊസോപ്പും നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ താഴത്തേക്ക് വരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഊസോപ്പ് ചെവി കോർത്ത് കേൾക്കുന്നുണ്ട്. ജാങ്കോ, നമ്മുടെ പ്ലാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് ക്ലാഹഡോർ ജാങ്കോയോട് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോ വേണമെങ്കിലും ആ കൊലപാതകം ചെയ്യാം എന്ന് ജാങ്കോ പറയുമ്പോ എടാ മണ്ട, അതൊരു കൊലപാതകമല്ല, ഒരു ആക്സിഡന്റ് ആക്കി വരുത്തി തീർക്കണം. അതുപോലെ നീ അവളെ കൊല്ലുന്നതിന് മുന്നേ അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ പേരിലുള്ള മുഴുവൻ സ്വത്തും എന്റെ പേരിൽ ഒപ്പിട്ട് വാങ്ങണം. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് 3 വർഷമായിട്ട് ഞാൻ പട്ടിയെ പോലെ അവിടെ കിടന്ന് ജോലി ചെയ്തത്. ക്ലാഹഡോർ പറയുന്നത് കേട്ട് ജാങ്കോ, അപ്പൊ ക്യാപ്റ്റൻ കൂറോ നിങ്ങൾ ഇതിനു വേണ്ടിയായിരുന്നു 3 വർഷങ്ങൾക്ക് മുമ്പ് പൈററ്റ്സിൽ നിന്ന് ഒഴിഞ്ഞു വന്നതിന് ശേഷം നിങ്ങളുടെ വ്യാജ വധശിക്ഷ നടത്തിയത്. നീ ഇനി എന്നെ ആ പേര് വിളിക്കരുത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ പേര് കളഞ്ഞതാണ്. ഇതൊക്കെ ഞാൻ ചെയ്തത് എനിക്ക് എന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം വേണം. അതിന് ജാങ്കോ, എന്ത് സമാധാനത്തിന് വേണ്ടിയോ? അതുകൊണ്ടാണോ നീ ആ ഫാമിലിയെ മൊത്തം കൊല്ലാൻ നിൽക്കുന്നത്? അത് കേട്ട് ക്ലാഹഡോർ പറയും, എല്ലാവരും ഒന്നും ഞാനല്ല കൊന്നത്, അവളുടെ അച്ഛൻ മാത്രം സാധാരണയായിട്ടാണ് മരിച്ചത്. അതിന് എനിക്കൊരു പങ്കുമില്ല. അപ്പോ ജാങ്കോ പറയും, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ എനിക്ക് എപ്പോഴാണോ സിഗ്നൽ തരുന്നത് അപ്പോ നമ്മുടെ പൈററ്റ് ക്രൂ ഇവിടെ വന്നിറങ്ങും. ഇതൊക്കെ കേട്ടുകൊണ്ട് ഊസോപ്പ് മുകളിൽ നിന്ന് പേടിച്ച് വിറയ്ക്കുമ്പോൾ കാര്യം എന്താണെന്ന് ലൂഫി ഊസോപ്പിനോട് ചോദിക്കും. അങ്ങനെ ഊസോപ്പ് അവൻ ക്യാപ്റ്റൻ കൂറോയാണ്, അതുപോലെ ക്ലാഹഡോർ അല്ല. അവന്റെ പദ്ധതി കായയെ കൊന്ന് അവളുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാനാണ്. ഇതൊക്കെ മനസ്സിലാക്കി ലൂഫി എഴുന്നേൽക്കും. എടാ വൃത്തികെട്ടവന്മാരെ, മര്യാദയ്ക്ക് ആ പെൺകുട്ടിയെ വെറുതെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ലൂഫി ഇങ്ങനെ പറയുന്നത് കേട്ട് മുകളിലേക്ക് ക്ലാഹഡോർ നോക്കുമ്പോൾ ദേ ഊസോപ്പ് നിൽക്കുന്നു. അങ്ങനെ ക്ലാഹഡോറിന് മനസ്സിലായി എല്ലാ കാര്യവും ഊസോപ്പ് കേട്ടുന്ന്. പെട്ടെന്ന് ക്ലാഹഡോർ ജാങ്കോയ്ക്ക് ഉത്തരവ് കൊടുക്കും, അവരെ അങ്ങ് ഹിപ്നോട്ടൈസ് ചെയ്ത് കളയാൻ. അതനുസരിച്ച് ജാങ്കോ അവന്റെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആ സ്പെഷ്യൽ റിംഗ് പുറത്തേക്ക് എടുക്കുന്നു. ജാങ്കോ എന്നിട്ട് ലൂഫിയെയും ഊസോപ്പിനെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഊസോപ്പ് ആ സമയം പുറകിലേക്ക് മാറിപ്പോകുന്നതുകൊണ്ട് ഊസോപ്പ് മാത്രം ഹിപ്നോട്ടൈസ് ആവില്ല. ലൂഫി ഹിപ്നോട്ടൈസ് ആയി ഉറങ്ങി തൂങ്ങി താഴത്തേക്ക് വീഴുന്നു. എന്നിട്ട് ക്ലാഹഡോർ ഹിപ്നോട്ടൈസ് ആയ ജാങ്കോയെ വിളിച്ചുണർത്തിയിട്ട് പറയും, ആ പയ്യൻ ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണതുകൊണ്ട് അവനിപ്പോ മരിച്ചിട്ടുണ്ട്. ശേഷം ക്ലാഹഡോർ ഊസോപ്പ് കേൾക്കത്തക്ക വിധം പറയും, ജാങ്കോ, നാളെയാണ് നമ്മുടെ പൈററ്റ്സ് ഈ വില്ലേജിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കായയുടെ ആക്സിഡന്റ് നടക്കും. ശ്രദ്ധിച്ചു കേട്ട ഊസോപ്പ്, ഇനി നീ ഇത് ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവരാരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ കണ്ണിലൊക്കെ നീ ഒരു നുണയനാണ്. ഇപ്പൊ ഊസോപ്പ് പെട്ടെന്ന് ഈ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അവന്റെ വില്ലേജിനെ, അതുമല്ലെങ്കിൽ കായയെ അറിയിക്കാൻ വേണ്ടി അവന് കഴിയുന്നതിന്റെ പരമാവധി അവൻ ആ വില്ലേജിലേക്ക് ഓടുകയാണ്. ഇതേ സമയത്ത് ക്ലാഹഡോർ പറഞ്ഞതുപോലെ അവന്റെ പൈററ്റ് ഷിപ്പ് ആ വില്ലേജിലേക്ക് എത്താനായി.
ഇപ്പൊ വില്ലേജിലേക്ക് എത്തുന്ന ഊസോപ്പ് അവിടുത്തെ നാട്ടുകാർ കേൾക്കെ വിളിച്ചു പറയും, പൈററ്റ്സ് വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എല്ലാവരും തയ്യാറാവും, പൈററ്റ്സ് പൈററ്റ്സ്. പക്ഷെ അവിടുത്തെ ആൾക്കാർ മുഴുവൻ എന്നത്തതുപോലെ അവൻ നുണ പറയുകയാണെന്ന് കരുതി അവനെ അടിക്കാനായിട്ട് എല്ലാവരും തയ്യാറായി വരുന്നു. ഇതേ സമയത്ത് കായയുടെ അടുത്തേക്ക് അവിടുത്തെ ജോലിക്കാരനായിട്ടുള്ള മേരി വന്ന് അവൾക്കൊരു കസ്റ്റം മെയ്ഡ് കണ്ടർ കൊടുക്കുന്നു. അത് ക്ലാഹഡോറിന് വേണ്ടിയുള്ള ഒരു പ്രസന്റ് ആണ്. കാരണം നാളെയാണ് ക്ലാഹഡോർ വന്നിട്ട് അവിടേക്ക് 3 വർഷം ആവുന്നത്. അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണത്. ഇപ്പോ ലൂഫിയെ കാണാതാവുന്ന നാമിയും സോറോയും അവനെ തേടി ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോ അവർ കണ്ടത് തലയടിച്ച് വീണ ലൂഫിയെയാണ്. അവരെല്ലാരും കരുതിയത് അവൻ ആദ്യം മരിച്ചു എന്നാണ്. പക്ഷെ സോറോയ്ക്ക് മനസ്സിലായി ലൂഫി മരിച്ചിട്ടില്ല എന്ന്. ലൂഫിയെ പെട്ടെന്ന് സോറോ എഴുന്നേൽപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ ഊസോപ്പ് ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി കായയോട് കാര്യം പറയാം എന്ന് വിചാരിച്ച് അവളുടെ അടുത്തേക്ക് എത്തി മുഴുവൻ കാര്യങ്ങളും അവൻ അവിടെ കേട്ടത് തുറന്നു പറയും. ക്ലാഹഡോർ ഒരു കള്ളനാണ്, അവനാണ് നിന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കൊന്നത്, അതുപോലെ നിന്നെ അവൻ കൊല്ലാൻ നോക്കുകയാണ്, ഇതൊക്കെ നിന്റെ സ്വത്തിന് വേണ്ടിയാണ് അവൻ ചെയ്യുന്നത്, അതുപോലെ അവനൊരു പൈററ്റ് ആണ്. പക്ഷേ കായ ഊസോപ്പിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. ഊസോപ്പ് ഇപ്പോഴും ഒരു നുണ പറയുകയാണെന്നാണ് അവള് വിചാരിക്കുന്നത്. ഊസോപ്പ്, നീ പറയുന്ന നുണകളെല്ലാം എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനൊരു നുണ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പെട്ടെന്ന് ഊസോപ്പ് കായയും കൊണ്ട് പുറത്തേക്ക് ചാടുന്നു. എന്നിട്ട് അവന്റെ അടുത്തേക്ക് വരുന്ന ബോഡി ഗാർഡ്സിനെ എല്ലാം അവൻ അവന്റെ സ്ലിംഗ് ഷോട്ട് കൊണ്ട് ഷൂട്ട് ചെയ്തു. ശേഷം ഊസോപ്പ് കായയോട് നമുക്കിനി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഓടുമ്പോ കായ ഊസോപ്പിന്റെ കരണത്ത് നോക്കി ഒന്ന് കൊടുക്കും. നീ എനിക്ക് ശല്യമാണ് ചെയ്യുന്നത്, എനിക്ക് നിന്നെ ഇനി കാണണ്ട എന്ന് കായ ഊസോപ്പിനോട് പറയുമ്പോ മേരി അവിടേക്ക് വന്ന് അവന്റെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് ഊസോപ്പിന് ഷൂട്ട് ചെയ്യും. അത് ഊസോപ്പിന്റെ കയ്യിലൊരു മുറിവുണ്ടാക്കുന്നു. പക്ഷെ ഊസോപ്പ് മറിച്ചൊന്നും ചെയ്യാൻ നിന്നില്ല. അവന്റെ മുറിവായ കൈകൊണ്ട് അവിടെ നിന്ന് ഓടി പോവാണ്. ഊസോപ്പ് ഓടി നാമിയും സോറോയും പിന്നെ അവന്റെ 2 കൂട്ടാളികൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തുന്നു. അപ്പണ്ടാ മരിച്ചുപോയ ലൂഫി ഇങ്ങനെ നിൽക്കുന്നത് ഊസോപ്പ് കാണാം. ഊസോപ്പ് ഓടിച്ചെന്ന് ലൂഫിയോട് ചോദിക്കും, എന്ത് നീ ജീവനോടെ ഉണ്ടായിരുന്നോ? അതിന് ലൂഫി, അതെ, ഞാൻ അവിടെ ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു. അപ്പോ ഊസോപ്പിന്റെ 2 പിള്ളേര്, ക്യാപ്റ്റൻ ഇവിടേക്ക് പൈററ്റ് വരാൻ പോകുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞു, നമുക്ക് പെട്ടെന്ന് നാട്ടുകാരോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ പെട്ടെന്ന് ഊസോപ്പ് പൊട്ടിച്ചിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്ന് നുണ പറയുന്നത് പോലെ പറഞ്ഞതാണ്, നിങ്ങൾ അത് അപ്പോഴേക്കും വിശ്വസിച്ചോ? ഇതൊക്കെ കേട്ട് ഊസോപ്പിന്റെ 3 പിള്ളേർ അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഊസോപ്പ് എങ്ങോട്ടാ നിങ്ങൾ പോകുന്നതെന്ന് ചോദിക്കുന്നു. അതിന് അവർ 3 പേരും പറയും, നിങ്ങൾ ശരിക്കും ഞങ്ങളെ നിരാശപ്പെടുത്തി. ഇത്രയും ദിവസം ഞങ്ങൾക്ക് നിങ്ങളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ആ ബട്ട്ലർ ഒരു വൃത്തികെട്ടവനാണ്, പക്ഷേ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു നടന്ന നോണ ഒരാളെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ നോണ അത് ശരിക്കും ഒരാളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ 3 പേരും അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ ഊസോപ്പിന് മുഴുവൻ ഒരു തകർന്ന അവസ്ഥയാണ്. അവൻ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ രാത്രിയായി. അവന് പറ്റിയ മുറിവൊക്കെ വെച്ച് കെട്ടിയതിനു ശേഷം എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പൈററ്റ്സ് ആണെങ്കിൽ വരുന്നുണ്ട്, അതുപോലെ ഞാൻ പറയുന്നത് എല്ലാവരും എന്നത്തെയും പോലെ നുണയാണെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ എന്റെ തെറ്റാണ്. ഒരു നുണയനായതിന് എനിക്ക് കിട്ടിയ ശിക്ഷ. പക്ഷേ ഇതെന്റെ വില്ലേജാണ്, എന്റെ വീടും, അതുകൊണ്ട് ഈ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ കടമയാണ് എന്ന് പറഞ്ഞ് ഊസോപ്പ് കരയുമ്പോ കേട്ട് നിൽക്കുന്ന സോറോയും ലൂഫിയും പറയും, നീ എന്നാ നാളെ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഇതൊക്കെ കേട്ട് ഊസോപ്പ് വീണ്ടും പൊട്ടിക്കരയുന്നു. ഇതേ സമയത്ത് വീട്ടിലേക്ക് ക്ലാഹഡോർ വരുന്നു. അവനെ കണ്ട മേരി, എന്നാലും ക്ലാഹഡോർ, ആ പയ്യൻ എന്ന് എന്തൊക്കെയാ പറഞ്ഞേ? നീ ഒരു പൈററ്റാണ്, നീ അതുപോലെ കായയെ കൊല്ലാൻ പോവാണ്, നീ ഒരു വൃത്തികെട്ടവനാണ്, വന്ന് ഇപ്പൊ അവന്റെ നാക്കിനൊരു ലൈസൻസ് ഇല്ലാതെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ക്ലാഹഡോർ ജനലിന്റെ ഭാഗത്ത് ഒരു ബോക്സ് കാണുന്നത്. അതെന്താണെന്ന് മേരിയോട് ചോദിക്കുമ്പോൾ മേരി പറയും, ഓ, നിങ്ങൾ ഇവിടെ വന്നിട്ട് 3 വർഷമായില്ലേ, അതെന്റെ ഒരു സന്തോഷം എന്ന രീതിയിൽ കായ അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചതാണ്. ക്ലാഹഡോർ എന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു കസ്റ്റം മെയ്ഡ് കണ്ണട. പെട്ടെന്ന് ക്ലാഹഡോർ അത് നിലത്തേക്കിട്ട് ചവിട്ടി പൊട്ടിക്കുന്നു. ഇത് കണ്ട് മേരി ഷോക്കായി നിൽക്കുമ്പോൾ എനിക്കിനി ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ഈ വില്ലേജ് അറ്റാക്ക് ചെയ്യപ്പെടും, അതുപോലെ കായ മരണപ്പെടും, അതും ഒരു ആക്സിഡന്റ് മൂലമെന്ന് ഞാൻ വരുത്തി തീർക്കും. 3 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞ് ക്ലാഹഡോർ അവന്റെ കയ്യിലുള്ള എക്സ്മാന്റെ കത്തി ഉപയോഗിച്ച്, സോറി, എക്സ്മാന് 3 ഉള്ളൂ, ഇത് 5 ഉണ്ട്, ഈ 5 കത്തി ഉപയോഗിച്ച് മേരിയുടെ നെഞ്ചത്ത് തന്നെ വെട്ടുന്നു. ഇവിടെ പൈററ്റ്സ് എല്ലാവരും കടന്നു വരുന്ന ആ മെയിൻ എൻട്രൻസിന്റെ ഭാഗത്ത് ലൂഫിയും സോറോയും നാമിയും ഊസോപ്പും ചേർന്ന് കുറെ ഓയിൽ നിലത്തൊഴിക്കുന്നു. എന്നിട്ട് ഊസോപ്പ് പറയും, ഇതിൽ ചവിട്ടി വരുന്നവന്മാരെല്ലാം നിലത്തേക്ക് വീഴും, എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നവന്മാരെ ഞാൻ എന്റെ സ്ലിംഗ് ഷോട്ട് വെച്ച് ഷൂട്ട് ചെയ്തിടും. അങ്ങനെ നേരം പരപരാന്ന് വെളുത്തു തുടങ്ങും. ക്ലാഹഡോർ പറഞ്ഞതനുസരിച്ച് ഇന്നാണ് പൈററ്റ്സ് ആ ഗ്രാമത്തെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആ പൈററ്റ്സിന്റെ ഷിപ്പ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. നങ്കൂരം ഇട്ട് തുടങ്ങുമ്പോൾ ജാങ്കോ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കും, എല്ലാവരും സമയം കളയാതെ പെട്ടെന്ന് ചാടിയിറങ്ങ്, നമ്മൾ ആദ്യം ആ വില്ലേജ് നശിപ്പിക്കും, അതിനുശേഷം ആ കൊട്ടാരത്തിലേക്ക് പോയി ആ പെണ്ണിനെ കൊല്ലും. ഇവിടെ ഇത്രയും നേരമായിട്ടും പൈററ്റ്സ് വരാത്തത് കൊണ്ട് നാമിക്ക് എന്തോ സംശയം തോന്നി. അവൾക്ക് ദൂരത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ അത് കുറെ മനുഷ്യർ ചേർന്ന് ആർത്തു വിളിച്ചു വരുന്നതാണ്. അപ്പോഴാണ് ഊസോപ്പിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈ ഗ്രാമത്തിലേക്ക് വരാനായിട്ട് ഒരൊറ്റ വഴിയല്ല ഉള്ളത്, 2 വഴികളുണ്ട്. അങ്ങനെ കൂടുതൽ സമയം കളയാതെ ലൂഫിയും ഊസോപ്പും പൈററ്റ്സ് ഇറങ്ങി ആ ഭാഗത്തേക്ക് ഓടുന്നു. ഇവിടെ നാമി പെട്ടെന്ന് ഷോക്കാവും. അതിന് കാരണം ഇവരുടെ കപ്പൽ നിർത്തിയിട്ടുള്ളത് ആ ഭാഗത്താണ്. ആ കപ്പലിലാണ് നാമിയുടെ ട്രഷർ ഉള്ളത്. അങ്ങനെ ട്രഷർ എടുക്കാൻ വേണ്ടി ഓടുമ്പോ നാമി ആ ഓയിൽ സ്ലിപ്പായി സോറോയെ പിടിച്ച് അതിലേക്ക് ഇടും. എന്നിട്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് സോറോയുടെ മുതുകത്തി ചവിട്ടി അവൾ ഓടിപ്പോകുന്നു. അങ്ങനെ ഊസോപ്പ് അവിടേക്ക് ആദ്യം എത്തി. അവൻ എല്ലാ പൈററ്റ്സിനെയും നോക്കി പറഞ്ഞു, ഞാനൊരു യോദ്ധാവാണ്,
ക്യാപ്റ്റൻ ഊസോപ്പ്. ഇവിടെ നമ്മുടെ ലൂഫിക്ക് ആകെ വഴിതെറ്റി പോയിട്ടുണ്ട്. അവൻ എത്തി നിൽക്കുന്നത് ആ ഗ്രാമത്തിലാണ്. ഇതേ സമയത്ത് ഇവിടെ ഊസോപ്പ് പറയും, ജീവൻ വേണമെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ, അല്ലെങ്കിൽ ഞാൻ എന്റെ ലക്ഷക്കണക്കിന് വരുന്ന പടയാളികളെ ഇറക്കി അങ്ങ് വിടും. ഇപ്പോഴാണ് ആ കപ്പലിൽ നിന്ന് അവർക്ക് നാമിയുടെ ആ ട്രഷർ കിട്ടുന്നത്. ഇപ്പൊ ഊസോപ്പ് പറയും, നിങ്ങൾക്കത് കിട്ടിയില്ലേ, എന്നാ ഇവിടുന്ന് വേഗം വിട്ടുപോയിക്കോ. അതിന് ജാങ്കോ, ശരിയാണ്, ഞങ്ങൾ പൈററ്റ്സ് ആണ്, ഞങ്ങൾക്ക് ട്രഷർ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ. എന്നിട്ട് അവന്റെ ഹിപ്നോട്ടൈസിംഗ് റിംഗ് എടുത്ത് ഊസോപ്പിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി 1 2 3 എന്ന് പറയുമ്പോഴേക്കും നാമി ചാടി വന്ന് അവളുടെ വടി കൊണ്ട് ഊസോപ്പിന്റെ തലക്കിട്ടൊരടി. ആരോട് ചോദിച്ചിട്ടടാ നീ എന്റെ ട്രഷർ അവരോട് എടുത്തോളം പറഞ്ഞത്? അങ്ങനെ ഇപ്പോ അവർക്കിടയിൽ ഒരു വാക്കുതർക്കം നടക്കുന്നുണ്ട്. ഈ സമയം നോക്കി എല്ലാ പൈററ്റ്സും അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് ഊസോപ്പ് കുറെ ആണികൾ എടുക്കുന്നു. എന്നിട്ട് കുറച്ച് നാമിക്ക് കൊടുത്ത് തൂക്കി എറിയാൻ പറയുന്നു. അങ്ങനെ ഊസോപ്പ് വരുന്നവരുടെ കാലിലേക്ക് ആ ആണി ഇട്ട് കൊടുത്തു. പക്ഷെ നാമി എറിഞ്ഞ ആണിയെല്ലാം ബാക്കിലേക്കാണ് പോയത്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവരെ ചേർത്ത് നിർത്താൻ ഊസോപ്പിന് കഴിഞ്ഞില്ല. വന്നവരിൽ ഒരുത്തൻ ചാടി വന്ന് അവന്റെ ചുറ്റിക കൊണ്ട് ഊസോപ്പിന്റെ തലക്കിട്ടടിക്കും. ചോര തുപ്പി ഊസോപ്പ് നിലത്തേക്ക് വീഴുമ്പോ മറ്റൊരുത്തൻ വന്ന് നാമിയെ അടിച്ചിരുന്നു. ശേഷം പൈററ്റ്സ് എല്ലാവരും ആർത്ത് വിളിച്ച് ആ വില്ലേജിലേക്ക് പോകുമ്പോ ഊസോപ്പ് ഒരുത്തന്റെ കാലിലേക്ക് പിടിക്കുന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് ഊസോപ്പിനെ ഒരൊറ്റ ചവിട്ടിന് തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഊസോപ്പ് ഒന്നും ചെയ്യാൻ കഴിയാതെ മാനത്തേക്ക് നോക്കി നിൽക്കുമ്പോ അവിടേക്ക് ഓടിപ്പോയവരെല്ലാവരും മാനത്തൂടെ പറന്നു വന്ന് നിലത്തേക്ക് വീഴുന്നു. അത് നമ്മുടെ ലൂഫിയും സോറോയാണ്. ഇപ്പോഴാണ് അവർ ഇങ്ങോട്ട് വന്നു ചേരുന്നത്. ഇതേ സമയത്ത് കൊട്ടാരത്തിന്റെ അവിടെ വരാന്ന് പറഞ്ഞിട്ട് വരാത്തവരെയും തേടി ക്ലാഹഡോർ ഒരു ബാഗും എടുത്ത് പോകുന്നു. സാധാരണ ഈ വഴിക്കൊന്നും കാണാത്ത ക്ലാഹഡോറിനെ ആ 3 കുട്ടികളിൽ ഒരുത്തൻ മറിഞ്ഞിരുന്ന് കാണുകയാണ്. ഇവിടെയാണെങ്കിൽ ജാങ്കോ ഇനി ഒട്ടും കളയാൻ സമയം ബാക്കിയില്ല എന്ന് പറഞ്ഞ് അവന്റെ ഹിപ്നോട്ടൈസിംഗ് റിംഗ് എടുത്തു. എന്നിട്ട് ലൂഫിയുടെയും സോറോയുടെയും അടികെട്ടി കിടക്കുന്ന ആ പൈററ്റ്സിനെ നോക്കി, ഇവിടെ വന്നിരിക്കുന്ന ശത്രുക്കൾ നിങ്ങളെക്കാൾ ശക്തരാണ്, അതുകൊണ്ട് കാരിരുമ്പിന്റെ കരുത്ത് നിങ്ങൾക്ക് കിട്ടട്ടെ. ഇതൊക്കെ ലൂഫിയും മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ലൂഫിയാണ് അതിലൊന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുന്നത്. പെട്ടെന്ന് ജാങ്കോ 1 2 3 എന്ന് പറഞ്ഞു തീർന്നതും അവന്റെ ആൾക്കാർ ആദ്യത്തെക്കാൾ ശക്തി നേടി നിൽക്കുകയാണ്. അവരെല്ലാവരും എന്നിട്ട് ലൂഫിയെയും സോറോയെയും അറ്റാക്ക് ചെയ്യാൻ ഓടി ചെല്ലുന്നു. അവരെ എതിർത്ത് നിൽക്കാനായിട്ട് സോറോ ഇപ്പൊ തയ്യാറാണ്. അതുപോലെ സോറോ ലൂഫിയെ ലൂഫി ഒന്നും മിണ്ടുന്നില്ല. ലൂഫി പെട്ടെന്ന് അല്ലറി വിളിച്ച് അവർക്ക് നേരെ ഓടുന്നു. സംഭവം എന്തെന്ന് മനസ്സിലായില്ലേ? ലൂഫിയും ഹിപ്നോട്ടൈസ് ആയിട്ടുണ്ട്. ശേഷം ഓടി വരുന്ന എല്ലാത്തിനെയും ലൂഫി ഗം ഗം ഗാറ്റ്ലിംഗ് ഉപയോഗിച്ച് അടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം ലൂഫി നേരെ ജാങ്കോയ്ക്ക് നേരെ ഓടും. ജാങ്കോ പേടിച്ചു നിൽക്കുമ്പോൾ ലൂഫി ജാങ്കോയെ മറികടന്ന് അവരുടെ കപ്പലുള്ള സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ട് അവരുടെ കപ്പലിന്റെ മുൻവശം പിടിച്ച് പറിച്ചെടുക്കുകയാണ്. ഇപ്പൊ ലൂഫി ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാണ്. അവനിപ്പോ സാധനം പറിച്ചെടുത്തത് അവരെയൊക്കെ അടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ജാങ്കോ പെട്ടെന്ന് അവന്റെ റിംഗ് എടുത്ത് ലൂഫിയെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കിക്കളയുന്നു. അങ്ങനെ ലൂഫി വീഴുമ്പോൾ അവൻ പറിച്ചെടുത്ത ഭാഗം അത് അവന്റെ ദേഹത്തേക്ക് തന്നെ വീഴുന്നു. ഇവിടെ ക്ലാഹഡോറിനെ കണ്ട കാര്യം ആ പയ്യൻ മറ്റുള്ള പയ്യന്മാരോടും പറയുന്നു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഉറപ്പായി ഇന്നലെ ഊസോപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന്. ശേഷം അവർ 3 പേരും കായയുടെ വീട്ടിലേക്ക് ഓടും. ഇപ്പൊ ഉറക്കമുണർന്നു വരുന്ന കായ കാണുന്നത് ക്ലാഹഡോറിനെ വെട്ടേറ്റ് കിടക്കുന്ന മേരിയെയാണ്. അങ്ങനെ അവിടെ നടന്ന സത്യങ്ങളെല്ലാം മേരി കായയോട് പറയുന്നു. മേരിക്ക് മനസ്സിലായി ഊസോപ്പാണ് നല്ലത്. ഇത്രയും കാലം പൈററ്റ് ആയിരുന്ന ക്ലാഹഡോർ തങ്ങളെ ചതിക്കായിരുന്നു എന്ന് അറിയുന്ന കായ മനസ്സ് തകർന്ന് അവനെ കാണാൻ വേണ്ടി പോകുന്നു. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കായയെ ആ 3 പയ്യന്മാര് കാണുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ഇപ്പോ എഴുന്നേറ്റ് വരുന്ന ഊസോപ്പ് ലൂഫിയെ പറ്റി വേവലാതിപ്പെടുകയാണ്. അതിന് സോറോ പറയും, നീ അവനെ പറ്റി ചിന്തിക്കേണ്ട, നീ ആദ്യം നിന്റെ മുറിവിനെ പറ്റി ആലോചിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആ കപ്പലിന്റെ ഉള്ളിൽ നിന്ന് 2 പേര് പുറത്തേക്ക് വരുന്നു. കാണാൻ അത്ര വെടിപ്പില്ലെങ്കിലും 2 പേരും പൂച്ചയെ പോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഇവന്റെ പേരാണ് ശ്യാം, മറ്റവന്റെ പേര് ബുച്ചി. പുറത്തേക്ക് വന്ന അവർ 2 പേരോടും ജാങ്കോ പറയും, നിങ്ങൾ ആ വാള് പിടിച്ച് നിൽക്കുന്നവനെ കണ്ടില്ലേ, അവനാണ് നമ്മുടെ എതിരാളി, പെട്ടെന്ന് അവനെ പോയി കൊല്ല്. പക്ഷേ സോറോയെ കാണുന്ന അവർ 2 പേർക്കും അവൻ നമ്മളെക്കാളും ഒരുപാട് സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് പേടിച്ചു നിൽക്കുകയാണ്. ബുച്ചി, നീ അവന്റെ കണ്ണ് കണ്ടില്ലേ, അവൻ നമ്മളെക്കാളും ഒരുപാട് സ്ട്രോങ് ആണ്. അതിന്റെ ബുച്ചി, അതെ അതെ, അവൻ നമ്മളെക്കാൾ ശക്തിയുണ്ട്. ഇപ്പൊ ജാങ്കോ ഒരു ആക്രമണത്തിന് വേണ്ടി അവരെ നിർബന്ധിക്കുന്നത് കൊണ്ട് സോറോയ്ക്ക് നേരെ ശ്യാം കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ സോറോയ്ക്ക് അവൻ അറ്റാക്ക് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം കരഞ്ഞുകൊണ്ട് വരുന്ന ഒരുത്തനെയും സോറോ അറ്റാക്ക് ചെയ്യില്ല. അപ്പോ സോറോയ്ക്ക് അടുത്തെത്തിയ ശ്യാമിന്റെ മട്ടും ഭാവവും പെട്ടെന്ന് മാറി. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ കൈ കൊണ്ട് സോറോയെ അറ്റാക്ക് ചെയ്യുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടി ആയതുകൊണ്ട് സോറോ അവനെ തടയുക മാത്രം ചെയ്തുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് ശ്യാം സോറോയുടെ 2 വാളുകളും കൈക്കലാക്കി. പക്ഷെ സോറോ പിന്നെ അതിനു വേണ്ടി കാത്തു നിന്നില്ല. ഓടി വന്ന് ശ്യാമിന്റെ വയറിനെ തന്നെ വെട്ടി. ശേഷം സോറോ അവന്റെ വാളെടുക്കാനായി അതിന്റെ അടുത്തേക്ക് പോകുമ്പോ വെട്ടി കിട്ടിയ ശ്യാം ഓടി വന്ന് സോറോയുടെ പുറത്ത് കയറി അവന്റെ 2 കൈയും പിടിച്ചു വെച്ചു. അങ്ങനെ സോറോ നിലത്തേക്ക് വീഴുകയാണ്. ഇപ്പൊ പുറത്ത് നിൽക്കുന്ന ബുച്ചി ചാടി വന്ന് സോറോയുടെ തലയിലേക്ക് ചവിട്ടാൻ നിൽക്കുമ്പോ സോറോ പെട്ടെന്ന് മാറിക്കളയും. ഇപ്പൊ ശ്യാമും ബുച്ചിയും ഒരുമിച്ച് സോറോയ്ക്ക് നേരെ ചാടി വന്ന് അവരുടെ കൈ കൊണ്ട് സോറോയെ നിർത്താതെ മാന്തിക്കൊണ്ടിരിക്കും. സോറോ ഇപ്പോ അവന്റെ ഒറ്റ വാളുകൊണ്ടാണ്
ഇതൊക്കെ തടഞ്ഞു നിർത്തുന്നത്. ഇതൊക്കെ മാറി നിന്ന് നാമി കാണുന്നുണ്ട്. ഇപ്പൊ ഊസോപ്പ് പെട്ടെന്ന് അവന്റെ സ്ലിംഗ് ഷോട്ട് എടുത്ത് ബുച്ചിയെ ഷൂട്ട് ചെയ്യും. പക്ഷെ അത് നേരെ വന്ന് കൊള്ളുന്നത് സോറോയുടെ മുതുകത്തിട്ടാണ്. പെട്ടെന്ന് ബുച്ചിയും സ്യാമും സോറോയുടെ നെഞ്ചത്ത് മാന്തി മുറിവാക്കും. ഇത് കണ്ട് നാമി ഊസോപ്പിനെ ചീത്ത പറയുന്നുണ്ടെങ്കിലും ഊസോപ്പ് പറയും ഞാനത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്, അത് അവന്റെ ദേഹത്ത് കൊള്ളാൻ കാരണം അവൻ തന്നെയാണ്, അവനത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ എഴുന്നേൽക്കുന്ന സോറോയെ അവർ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. അത് കണ്ട് നാമി സോറോയ്ക്ക് നഷ്ടപ്പെട്ട അവന്റെ വാൾ എടുത്തു കൊടുക്കാൻ വേണ്ടി പോവാണ്. നാമി അങ്ങനെ ഓടിച്ചെന്ന് വാൾ എടുക്കാനായിട്ട് കുനിയുമ്പോ ജാങ്കോ അത് കണ്ട് അവൻ ഇത്രയും ദിവസം ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവന്റെ റിങ് കൊണ്ട് നാമിയെ വെട്ടി താഴത്തേക്ക് ഇടുന്നു. ഓ ജാങ്കോ അവന്റെ തലപൊക്കി നോക്കുമ്പോ ദേ മുകളിലായി നിൽക്കുന്നു ക്യാപ്റ്റൻ കൂറോ, അതായത് ക്ലാഹഡോർ. നേരം വെളുത്ത് ഇത്രയും നേരമായി നീയൊക്കെ ഇവിടെ എന്തെടുക്കുമായിരുന്നടാ എന്ന് ക്ലാഹഡോർ അവരോട് ചോദിക്കുമ്പോ അവന്റെ ആൾക്കാർ മുഴുവൻ ഭയന്ന് വിറയ്ക്കുകയാണ്.